കെ മുരളീധരൻ പറഞ്ഞ പോസ്റ്റ് 17 മിനിറ്റ് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നതാണ്. ഒരു പാട്ടാണ്, പ്രേം നസീർ അഭിനയിച്ച ഒരു പാട്ടാണ്. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം, ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. വെറുതെ ഇട്ടു എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയോ അർത്ഥങ്ങൾ വായിച്ചെടുക്കാം അല്ലേ പ്രശാന്ത്? ദിവിഷേ, BJP സംഘപരിവാർ അനുഭാവികൾ ഇപ്പോൾ വ്യാപകമായി സന്ദീപ് വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കുത്തിപ്പോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഏതൊരു പേജ് തുറന്നു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ പോസ്റ്റാണ് ആദ്യം, ഇത്തരം പോസ്റ്റുകളാണ് ആദ്യം വരുന്നത്. അതിലൊന്നാണ് ഇങ്ങനെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കിയിരുന്ന ഒരു സ്കൂളിലെ ചങ്കിന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ എല്ലാം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ മുമ്പിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെയാണ് കുത്തിപ്പോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സന്ദീപിന് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കേട്ടതുപോലുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സന്ദീപിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി എന്നതും കൂടിയാണ് ഈ ഘട്ടത്തിൽ. ഇത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നതാണ്. ഇപ്പോൾ സന്ദീപിൻ്റെ ഒരു തെറ്റ് എന്നതല്ല. ഇപ്പോൾ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് ഒരു നേതാവ് പോയാലും, കോൺഗ്രസ് വിട്ട് BJPക്ക് ഒരു നേതാവ് പോയാലും ഇതേ രീതിയിൽ തന്നെ, ഇതേ അളവുകോല് വെച്ച് തന്നെ ജനങ്ങൾ അളക്കും. അതിന് കാര്യമില്ല. ഈ രീതിയിൽ തന്നെ പ്രവർത്തകർ പ്രതികരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനം, അവർ ഇന്നലെ വരെ ഏത് ആശയത്തിന് വേണ്ടി ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നോ അതെല്ലാം തെറ്റാണ് എന്ന് അടുത്ത ദിവസം അതാണ് പ്രശാന്ത്. ഇതിന്റെ ഒരു രസമാണ് ഈ നേതാക്കളും യുവ നേതാക്കളൊക്കെ പറയുന്നത്. അതെല്ലാം പാർട്ടിയുടെ ആശയമായിരുന്നു, എൻ്റെ ആശയമായിരുന്നല്ലോ, ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി വാദിച്ചതെന്നാണ്. അപ്പോൾ അവർ കൂടുമാറുമ്പോൾ ഇനി പറയാൻ പോകുന്നത് ആ പുതിയ പാർട്ടിയുടെ ആശയമാണല്ലോ, അവരുടെ വ്യക്തിപരമായ ആശയമായിരിക്കില്ല എന്ന് തന്നെയല്ലേ നമ്മൾ വായിക്കേണ്ടത്. ശരി, അതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. അതൊക്കെ ആളുകൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ, ഇതിലെ ശരികേടുകളും അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ തീരുമാനിക്കണം. നമുക്ക്